സങ്കീർത്തനം 62 അധ്യായം 2 വാക്യം. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. ഹൃദയം തകർന്ന ഞാൻ എന്ന് പറയുമ്പോൾ സ്നേഹം, ജീവിതത്തിൽ ഇതിൽ കൂടുതൽ തകരാൻ കഴിയില്ല. ശരീരം, മനസ്സ് മുഴുവൻ ഒലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹൃദയം തകർന്ന ഞാൻ. പിന്നെ പറയുകയാണ് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന്. എന്താണ് അതിർത്തി? ഭൂമിയിൽ ഒരിറ്റ് സ്ഥലം എനിക്കില്ല. ഭൂമിയുടെ അവകാശങ്ങളൊക്കെ എന്നിൽ നിന്ന് എടുക്കപ്പെട്ടു. ഇനി ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ഭൂമി എനിക്ക് അന്യമായി കഴിഞ്ഞു. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അറ്റത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരാശ്രയം, ജീവിതത്തിൻ്റെ ഒരാശ്രയമില്ലാതെ പകച്ചു നിൽക്കുന്ന ജീവിതം ഇവിടെ ഉപമിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നീയും സമാനമായ ജീവിത അനുഭവത്തിലൂടെയാണോ ദൈവം ഇതിലെ പോകുന്നത്? ഹൃദയം തകർന്ന അവസ്ഥയിലാണോ നീ? ഹൃദയം ഇനിയും മെച്ചപ്പെടാനുള്ള, ഇനിയും ജീവിതത്തിൽ ഒരുപാട് മെച്ചപ്പെട്ട അനുഭവങ്ങൾ തേടി നിൽക്കുന്ന വ്യക്തിയാണോ നീ? ജീവിതത്തിൻ്റെ ഒരു അതിർത്തികളിലേക്ക്, ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് എറിയപ്പെട്ട വ്യക്തിയാണോ നീ? നിനക്കുള്ളതാണ് ഈ ദിവസം, നിനക്കുള്ളതാണ് ഈ പ്രാർത്ഥന. പറയുകയാണ്, അവിടെ നിന്ന് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അപ്രാപ്യം, ഒരിക്കലും എനിക്ക് സമീപിക്കാൻ കഴിയില്ല. ആ പാറമേൽ എന്നെ കയറ്റി നിർത്തണമേ. ആരാണ് പാറ? കർത്താവാണ് പാറ. ഉറച്ച പാറമേൽ കർത്താവിന് സ്വന്തമായി സുരക്ഷിതമായ ഇടത്തേക്ക് എന്നെ കയറ്റി നിർത്തണമേ. ഈ പ്രഭാതത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ വീണ്ടും ഒരു അഭിഷേകം നിന്നിൽ ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണിത്. ഹൃദയം തകർന്ന വ്യക്തിയാണോ നീ? ഹൃദയം തകർന്ന അവസ്ഥയിൽ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് മാറ്റപ്പെട്ട് നീ അവിടെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം എന്നെ അപ്രാപ്യമായ പാറയിലേക്ക് എന്നെ പ്രതിഷ്ഠിക്കണമേ എന്ന്. ഈ അഭിഷേകം നിന്നെ തേടിയെത്തും. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.